ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വേദഭാഗം എന്തെന്ന് ചോദിച്ചാൽ, അവർ പോകുവാൻ ആവശ്യമില്ല എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്. The topic for the sermon this morning is they do not need to go away. ഈ വേദഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം 4 സുവിശേഷകന്മാരും, പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷകന്മാരും ഒരുപോലെ ആവർത്തിച്ച് എഴുതപ്പെട്ടതായ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് നമുക്ക് ഈ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. So this passage is peculiar and special because all the 4 Gospels repeats about this miracle. ഞാൻ അങ്ങനെ പറയാൻ കാരണം, എന്നാൽ പല സുവിശേഷങ്ങളിലും പറയപ്പെട്ടതായ അടയാളമോ അത്ഭുതങ്ങളോ മറ്റൊരു സുവിശേഷത്തിൽ പറയാതിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. Now we have seen there are certain miracles that are not repeated through the Gospels. എന്നാൽ ഈ പ്രത്യേകമായ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ 4 സുവിശേഷങ്ങളിലും 4 എഴുത്തുകാരും ഒരുപോലെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത എന്തുമാത്രമാണെന്ന് വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. Now the readers and those who are meditating understand the importance because the 4 Gospels and 4 authors repeat this. ആമേൻ. ഈ ഭാഗത്തിൽ നാം കടന്നു വരുമ്പോൾ അവരെ വായിക്കുന്നതായ ഒരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് 15-ാമത്തെ വാക്യം, വന്ന് വൈകുന്നേരമായിരുന്നു, സ്ഥലം മരുഭൂമിയായിരുന്നു, നേരം വൈകിയിരുന്നു, ധാരാളം പുരുഷന്മാരുണ്ടായിരുന്നു, അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഒറ്റ പോംവഴിയായിട്ട് ശിഷ്യന്മാർ കണ്ടത്. Now the context here is it was evening, it was a desert remote place, it was getting late, and the solution the disciples found was let's send them away. അപ്പോൾ ആളുകളെ, പുരുഷാരത്തെ പിരിച്ചുവിടുക എന്നുള്ളത് ആണ് പരിഹാരമായി ശിഷ്യന്മാർ കണ്ടതായ ഒരു മാർഗം. So the solution the disciples thought was let's send the crowds away. എന്നാൽ ഇന്നത്തെ ടൈറ്റിൽ അതാണ് പറയുന്നത്. എന്നാൽ യേശു അവരോട് പറയുകയാണ് അവർ പോകുവാൻ ആവശ്യമില്ല എന്ന്. But the response and the title is that what Jesus says, they do not need to go away. നാം വിശക്കുന്നവരെ വിശപ്പോടുകൂടെ അയക്കുന്ന ഒരു കർത്താവല്ല, വിശക്കുന്നവർക്ക് വിശപ്പ് അടക്കി ഹല്ലേലൂയ പരിഹാരം തന്ന് അയക്കുന്ന ഒരു ദൈവമാണ്, ഒരു കർത്താവാണ് നമ്മുടെ ആരാധന പുരുഷൻ. Our God, our Christ is not one who will send away hungry, but he satiates the hunger. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്കിവിടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. The first point is that in Christ's presence there is no need to depart. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെതായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ അവ കടന്നു വരുമ്പോൾ സാഹചര്യത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. If Christ is with us, he is able to transform the circumstances. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ശിഷ്യന്മാർക്ക് തോന്നിയത് പിരിച്ചു വിടുകയാണ് പരിഹാരമെന്ന്. The disciples thought sending them away was a solution. ആമേൻ. ഹല്ലേലൂയ. ജനത്തെ നോക്കിയിട്ട് അവർ പറയുകയാണ്, ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു സാധ്യതയും ഈ മരുഭൂമിയിൽ, ഈ സ്ഥലത്ത്, ഈ വൈകുന്നേരത്ത് ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. The disciples look at this crowd in this evening in this remote place and they said there is no way we can address this. ഒരു തരത്തിലും ഇവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ചെന്ന് ആമേൻ മാർക്കറ്റിൽ ചെന്ന് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പരിഹാരവും കാണുന്നില്ല എന്നുള്ളതായ കാഴ്ചപ്പാടിലായിരുന്നു ആ ശിഷ്യന്മാർ അവിടെ ആയിരുന്നത്. The disciples' perspective was there is no way to procure food and distribute to this big crowd. അതുകൊണ്ട് അവർ പെട്ടെന്നൊരു പരിഹാരവുമായിട്ട് അവർ കടന്നു വരികയാണ്. So they come with this immediate solution. ഇവരെ പറഞ്ഞേക്കാം. Let us send them away. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞേക്കുക, ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ പലപ്പോഴും വളരെ ബാറ്റിലാകുന്ന അല്ലെങ്കിൽ യുദ്ധക്കളത്തിലാകുന്നതായ സന്ദർഭങ്ങളുണ്ട്. Similarly in our lives, when we battle with circumstances, our solution is to let's get rid of it, let's go away. എന്നാൽ ഇവിടെ
ഇവിടെ എനിക്കിന്ന് പൽക്കാലം ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഇവര് മരുഭൂമിയിലാണെങ്കിലും ഹല്ലേലൂയ ഇവരായിരിക്കുന്നതായ സ്ഥലത്ത് ഒരു സാധ്യതയില്ലെങ്കിലും ആ സാധ്യതകൾക്ക് മറുപടി തന്ന് അതിന് പരിഹാരം തന്ന് ഹല്ലേലൂയ അന്തരീക്ഷത്തെ തന്നെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഇവിടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. What the disciples are forgetting in their presence is a Christ who is able to change the atmosphere. നമുക്ക് അസാധ്യമായി തോന്നുന്നതായ വിഷയങ്ങൾ ഹല്ലേലൂയ നാം ദൈവമായി കർത്താവിന്റെ സാന്നിധ്യം അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് ഇന്ന് പൽക്കാലവും നമ്മുടെ മധ്യത്തിലാകുന്നതായിരിക്കുന്നത്. Our God is the one who is able to turn the impossible to possible, and the same God is there in our midst today. ആമേൻ ഹല്ലേലൂയ. ആ ദൈവമായ കർത്താവിൻ്റെതായ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹല്ലേലൂയ എത്ര പ്രയാസമേറിയ വിഷയമാണെങ്കിലും സങ്കീർണത നിറയപ്പെട്ടതായ പ്രശ്നമാണെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കഴിയുമെന്നുള്ള കാര്യമാണ്. And what we are reminded is no matter how impossible, how difficult it may seem, His presence can make it possible. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെതായ സാന്നിധ്യം മരുഭൂമിയിലാണെങ്കിലും If the Christ's presence is in the desert, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സാന്നിധ്യം മരുഭൂമിയെ ഹല്ലേലൂയ അതായത് ഒരു ഭക്ഷണശാലയായി ഹല്ലേലൂയ ഒരു ബാങ്കറ്റിംഗ് ടേബിൾ ആക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. our God is able to turn the desert into a banqueting table. ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ആത്മീയമായ നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മരുഭൂമി എന്ന് തോന്നിക്കുന്നതായ കുടുംബാന്തരീക്ഷത്തിൽ, മരുഭൂമി എന്ന് തോന്നിക്കുന്ന റിലേഷൻഷിപ്പിൽ, മരുഭൂമി എന്ന് തോന്നിക്കുന്ന നിങ്ങളുടെ പ്രത്യേക വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം പറയുകയാണ്, അങ്ങനെയല്ല, ഇതിനെ മാറ്റിമറിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം ഓർപ്പിക്കുക. The Spirit of God is reminding this morning that if your personal life, your situations may seem barren, He is a God who is able to transform it. ദൈവജനമേ ഇന്ന് പൽക്കാലം നമ്മുടെ ഉറപ്പ് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ശക്തിയല്ല. ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ ആഗതനായിരിക്കുന്ന നമ്മുടെ കൂടെ ഉള്ളതായ കർത്താവാണ് ഇവിടുത്തെ പ്രധാന വിഷയം. Our confidence is this, that in the midst of difficulty there is an omnipresent God. ആമേൻ ഹല്ലേലൂയ. ഈ ആമേൻ സത്യം നാം തിരുവെഴുത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പുസ്തകങ്ങളിൽ അത് പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. As we go through the books of the Bible, you will see the same theme repeated. നമുക്കറിയാം, അറിയാവുന്നതുപോലെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവർ പറയുന്നത്, ആ സാധാരണ ജനം ഇസ്രായേൽ ജനം പറയുകയാണ്, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? Now you see the Israelites, they're at the Red Sea and they're asking, what do we do now? ഇനി യാതൊരു ഗത്യന്തരമില്ല. പുറകോട്ട് നോക്കിയാൽ ഫറവോനും സൈന്യം, മുമ്പോട്ട് നോക്കിയാൽ ആർത്തിരമ്പുന്നതായ സമുദ്രം, ഇരുവശങ്ങളിൽ നോക്കിയാൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? So they are standing there and saying, we cannot turn back. The Pharaoh's armies are there, the raging sea in front of us, we cannot sideways. What do we do? ഇന്നത്തെ ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയാൽ ഹല്ലേലൂയ ഒരു മരുഭൂമിയുടെ അവസ്ഥ, ഒരു തരത്തിലും രക്ഷപ്പെടുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥയാണ് അവർ അവിടെ കടന്നു വന്നിരിക്കുന്നത്. And they are facing a desert like situation with no hope. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, അവൻ യഹോവയായ ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവരെ ദൈവമാണ് നയിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവർക്ക് ലജ്ജിതരായി തീരേണ്ടി വന്നില്ല. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്റെ മുമ്പിൽ അവർ ഭാരപ്പെട്ടുവോ, ഏത് വിഷയത്തിന്റെ മുമ്പിൽ അവർ ഭയപ്പെട്ടുവോ, ആ വിഷയത്തെ ഹല്ലേലൂയ ദൈവകൃപയാൽ കീഴടക്കുവാൻ ദൈവം കർത്താവ് കൃപ ചെയ്തു. But their God Jehovah was with them and led them through, and whatever the difficulties that they faced, He led them through it. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ദാവീദ്
അതായി സങ്കീർത്തനക്കാരൻ 23 സങ്കീർത്തനത്തിൻ്റെതായ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. In Psalms 23, this is what we read, the Lord is my shepherd, I shall not want. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can believe in it? എത്ര പേർക്ക് അത് അംഗീകരിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can accept it? ആമേൻ. നിങ്ങളുടെ ജീവിത വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ കർത്താവ് നിങ്ങളുടെ ഇടയനാണ്. In your personal life, our Lord is your shepherd. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നിങ്ങളുടെ ഇടയനാണ്. In your family life, the Lord is your shepherd. നമ്മുടെ ഔദ്യോഗിക മണ്ഡലത്തിൽ കർത്താവ് നമ്മുടെ ഇടയനാണ്. In our professional life, the Lord is my ഹല്ലേലൂയ. shepherd. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഇടയനാണ്. In your society, God is your ആമേൻ. shepherd. കർത്താവായ ഇടയൻ എനിക്ക് മുമ്പായി യാത്ര ചെയ്യുമ്പോൾ അസാധ്യതകളെ സാധ്യമാക്കി നൽകുന്ന ഒരു ദൈവമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. Let us not forget the shepherd can walk in front of us and make the impossible possible. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത വരണ്ട് ഹല്ലേലൂയ അവൻ ഭയങ്കര വെയിലുള്ളതായ ഒരു മരുഭൂമിയിൽ നിങ്ങൾ തനിച്ചായിരിക്കുന്നു ചിന്തിക്കുക. Imagine this, you are in a scorching hot desert. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വല്ലാത്ത ദാഹവും വല്ലാത്ത ക്ഷീണവും വല്ലാത്ത പ്രയാസവും, വെള്ളം കുടിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ചിന്തിക്കുക. And in the midst you were thirsty and you were tired and you were seeking what drop of water. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് ഹല്ലേലൂയ ഒരു നല്ല ശാന്തതയുള്ള ഹല്ലേലൂയ ഒരു നല്ല കിണർ, നിറച്ച് വെള്ളമുള്ള തണുത്ത ഒരു കിണർ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. Now imagine this, in this situation there is this well filled with cool water. ആമേൻ. അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരുമോ? Now if you imagine that, is there a reason to be disappointed? ആമേൻ. അത് നമ്മുടെ കാഴ്ച ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് കണ്ടതുകൊണ്ട് പിന്നെ ഹല്ലേലൂയ ഞാനിവിടെ ദാഹിച്ച് ചാകുമെന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. Now because you have seen it, you're not going to worry that I'm not going to die of thirst. ദൈവം നമ്മെ പലപ്പോഴും ഇതുപോലെയാണ് നമ്മൾ മരുഭൂമിയിൽ, നമ്മുടെ ജീവിത മരുഭൂമിയിലായിരിക്കുന്നത്. അടുത്തുള്ള ഉറവയെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. This is similar in our lives. When we go through difficulties, you forget there is a spring close by. ആമേൻ. ഹല്ലേലൂയ. അവൻ നല്ലിടയനെ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മരുഭൂമി യാത്രയിൽ, നമ്മുടെ യാത്രകളിൽ നമ്മെ സഹായിക്കുന്നത്. And in our life, in this desert situation, the shepherd will lead us through the meadows and through the still waters. രണ്ടാമത്തേതായി പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, മനുഷ്യരുടെ പരിമിതികൾ ദൈവത്തിന്റെ സഹായത്തിനായിട്ടുള്ള അവസരങ്ങളാണ് എന്നുള്ളതാണ്. The second point is human limitations or opportunities for divine supply. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ കണക്കുകൂട്ടൽ വേഗമായിരുന്നു, അതുമാത്രമല്ല അത് നിരാശാജനകവുമായിരുന്നു. Now when the disciples saw the crowd, they did a math, but it was all fully wrong. അവർ പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത്, ഈ സാഹചര്യം എന്ന് പറയുന്നത് അവര് ഒരു ചെറിയ ഒരു സർവേ അവിടെ നടത്തിയപ്പോൾ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അവർക്ക് കാണുവാൻ തക്കവണ്ണമിടയായി. So the disciples are analyzing the situation and they are looking at any provision. They find this young boy with 5 fish and 2 bread. പക്ഷെങ്കിൽ അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്, അവരെ ധൈര്യപ്പെടുത്തുകയല്ല ചെയ്തത്, അവരെ വാസ്തവം പറഞ്ഞ നിരുത്സാഹപ്പെടുത്തുകയും അധൈര്യപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയുമാണ് ചെയ്തത്. But when they found this is all the provision that they had, it made them disappointed and discouraged and frightened. അവർ പറയുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നേ? The question is, what can we do with so little a thing? ആമേൻ. ഇവിടെ പറയുന്നതായ സംഗതി എന്താണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ഈ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ആമേൻ. ഈ കാര്യത്തിൽ ഇതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു
കാര്യവും നടക്കില്ല. They look at these 5 loaves of bread and 2 fish and say, we cannot do anything with this. അവരുടെ കയ്യിലിരിക്കുന്നതായി 5 അപ്പവും 2 മീനും എന്ന് പറയുന്നത് അവരെ അലട്ടുന്നതായ പ്രശ്നത്തിൻ്റെതായ അവസാന കണ്ണിയായിരുന്നു. ഇതിനപ്പുറത്തൊന്ന് ചിന്തിക്കുവാൻ അവർക്ക് കഴിയില്ല. This was the last straw, and there was no hope beyond this. അവരുടെ സാധ്യതകളുടെ അവസാനത്തെ കണ്ണി, അവരുടെ സാധ്യതകളുടെ ആ പരിമിതിക്ക് എക്സ്ട്രീമില് ലാസ്റ്റിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ്. This was the last hope that they had. ഹല്ലേലൂയ. എന്നാൽ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അവരുടേതായ പര്യാപ്തതയെ, ഹല്ലേലൂയ, അപര്യാപ്തതയെ പര്യാപ്തതയാക്കി മാറ്റിയ, അല്ലെങ്കിൽ അവരുടെ അസാധ്യതയെ സാധ്യമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. We see a God who's able to make the impossible possible and the insufficiency into abundance. ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് വിവരിക്കേണ്ടതായി ആവശ്യമില്ല. You are all familiar. I don't need to describe this. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും, ഹല്ലേലൂയ, 5000 പുരുഷന്മാർക്ക് കൊടുത്ത കഥയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. We are reading the story of how Jesus fed 5,000 men with 5 loaves and 2 എന്നാൽ fish. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന് നിന്ന പൽക്കാലം എന്നോടും നിങ്ങളോടും സംസാരിപ്പാനുള്ള ദൂതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. But what we are discussing is the message the Spirit has for us. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളതായ നിസ്സാരമെന്ന് തോന്നിക്കുന്നതിനെ, ഹല്ലേലൂയ, അവൻ വലിപ്പമുള്ളതാക്കി മാറ്റുവാൻ, പെരുപ്പമുള്ളതാക്കി മാറ്റുവാൻ, അനേകർക്ക് നന്മയ്ക്ക് അത് കാരണമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് വൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. What I remind you is the little that God has given you, He can turn that into abundance and to overflowing. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ ചെറുത് വലുത് എന്നുള്ള ഒരു വ്യത്യാസമില്ല. What I'm saying is, it doesn't matter if it is small or big to our God. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടേതായ, ഹല്ലേലൂയ, പരിമിതികൾ, ഹല്ലേലൂയ, ചെറുത് വലുത് എന്നുള്ളതായ നിലയിൽ ഒരു വേർതിരിവ് ആവശ്യമില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ സ്വഭാവം മാറും, അതിന്റെ മട്ട് മാറും, അതിൻ്റെതായ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും. God does not discriminate your abilities or your limitations, because when it comes to Him, He can transform the situation. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസിനോട്, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. Here is what God says to Paul, my grace is sufficient for you, it is in your weakness my strength is made complete. ദൈവമേ, നമ്മുടെ വീക്ക്നെസ്, നമ്മുടേതായ ആ ബലഹീനത, ഹല്ലേലൂയ, പരിമിതത്വമുള്ളത്, ഹല്ലേലൂയ, എൻ്റെ ദൈവം പറയുകയാണ്, ആ പരിമിതത്തിനകത്ത്, ഹല്ലേലൂയ, ആ ബലഹീനതയ്ക്കകത്ത് ഞാൻ എൻ്റെ കൃപ അങ്ങോട്ട് പകരുവാൻ തക്കവണ്ണം തുടങ്ങിയാണ്. Here is what God is saying, through your limitations, through your weakness, I'm going to send my grace to it. ആ പരിമിതിക്കകത്ത്, ബലഹീനതയ്ക്കകത്ത് ദൈവത്തിന്റെ കൃപ അങ്ങ് പകർന്നു വയ്യുമ്പോൾ അതിന്റെ സ്വഭാവം മാറുകയാണ്. When the grace goes through the limitations, its character changes. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, അതുവരെയും, ഹല്ലേലൂയ, ശിഷ്യന്മാർ കണ്ടിട്ടില്ലാത്തതായ നിലയിൽ മരുഭൂമിയെ, ഹല്ലേലൂയ, ഒരു ബാങ്ക്വറ്റിംഗ് ഹാളാക്കി മാറ്റിയ, ഒരു സദ്യ കൊണ്ട് നിറയപ്പെടുത്തുന്ന, ഹല്ലേലൂയ, അവരെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. What we are seeing is the presence of God that is turning this desert into a feast and a banqueting hall. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് സമാനമായ മറ്റൊരു വിഷയം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. When we turn our attention to 2 Kings, we see another passage. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൊരു പ്രവാചക ശിഷ്യ അവിടെ കടന്നു വരുന്നത് കാണാൻ കഴിയുമല്ലോ. There we see a prophet and a disciple. ഹല്ലേലൂയ. ആ ദാസി പറയുന്നതായ, അല്ലെങ്കിൽ ആ സഹോദരി പറയുന്നതായ ഒരു കാര്യം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ ആ എലിശയുടേതായ ശിഷ്യന്മാരിൽ ഒരു വ്യക്തി, ഹല്ലേലൂയ, ആ വ്യക്തി കടം വരുത്തിയിട്ട് മരിച്ചു പോയിരിക്കുകയാണ്.
And here is this woman coming to this prophet and saying there is a death there. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതം നശിക്കാനിരിക്കുകയാണ്, എല്ലാം തീർന്നു എന്നുള്ളതായ നിലയിൽ നിരാശയോടെ കൂടെ കടന്നു വന്ന ഒരു സഹോദരിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. We are introduced to this woman who is given up on life and is facing death. ഹല്ലേലൂയ. എന്നാൽ എലീശ ഹല്ലേലൂയ ആ സഹോദരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. But there is a question. Prophet Elisha asks this woman. അവള് രണ്ടാമത്തെ വാക്യം, എലീശ അവളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. So here is Elisha asking, how can I help you? Tell me, what do you have at your home? അവൾ മറുപടി പറയുകയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. This is what she says, your servant has nothing at all except a little oil. നമുക്ക് ഈ കഥയും നന്നായിട്ട് അറിയാവുന്നതായ വിഷയമാണ്. This story too is familiar to us. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ എലീശ പ്രവാചകൻ എന്തു പറഞ്ഞുവോ അതുപോലെ അനുസരിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവളുടെ ഭരണി, അവളുടെ വീട്ടിലുണ്ടായിരുന്നതായ ഭരണി ഒരു ഓയിൽ ഫാക്ടറി ആയിട്ട് മാറി. But because this woman obeyed everything Elisha said, her jar became a factory of oil. ആമേൻ. ഹല്ലേലൂയ. എന്താണ് വീട്ടിലുണ്ടായിരുന്നതായ ഹല്ലേലൂയ ഒരു ഭരണിയിൽ ഉണ്ടായിരുന്നതായ ആ എണ്ണയെ ഹല്ലേലൂയ എണ്ണ വർദ്ധിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആക്കി മാറ്റിയത് ദൈവത്തിന്റെ വചനത്തോടുള്ളതായ അനുസരണമാണ്. It was the obedience to the word of God that turned this little jar into an unlimited supply of oil. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, അവിടെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. There is no need to turn them away because there is an almighty God in our midst. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനുള്ളിന്റെ ഉള്ളിൽ നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നതായ സംഗതികളുടെ മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുകയാണ്, നിങ്ങൾ ഓടിപ്പോകേണ്ടതായ ആവശ്യമില്ല, മാറിപ്പോകേണ്ടതായ ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. To the thing that is worrying you in your heart, here is an answer. There is a God who is able to work for you. നിങ്ങളുടേതായ പ്രശ്നങ്ങൾ സാമ്പത്തികമാണെങ്കിൽ, it may be a financial challenge, നിങ്ങളുടേതായ പ്രശ്നം രോഗമാണെങ്കിൽ, it may be the disease, നിങ്ങളുടെ പ്രശ്നം വേദനയാണെങ്കിൽ, it may be a pain that is bothering നിങ്ങളുടെ പ്രശ്നം കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയമാണെങ്കിൽ, it is the worry of your future of your kids, നിങ്ങളുടേതായ പ്രശ്നം ജോലിയുടേതായ വിഷയമാണെങ്കിൽ, it may be a job. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി പരിഹാരം നൽകുന്ന ഒരു ദൈവം ഈ മരുഭൂമിയിൽ, നിങ്ങളുടെ ജീവിത മരുഭൂമിയിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. The Spirit of God is saying the God of impossibilities is present in your midst of your barrenness. അവൻ മനുഷ്യൻ്റെതായ പരിമിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരിക്കലും അത് നമ്മുടേതായ അവസാന ഘട്ടമല്ല, അത് നമ്മുടെ പരിമിതിയല്ല. അതിനെ നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ സ്വഭാവം മാറും. When you are meeting at your limitations, if you hand it over to God, the circumstance is going to change. മൂന്നാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ക്രിസ്തുയേശു വ്യക്തികളുടെ മുഴുവൻ ആവശ്യങ്ങൾക്കായും കരുതുന്ന കർത്താവാണ്. The third point is Christ Jesus cares for all the needs of individuals. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, നമ്മൾ ഈ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കലേക്ക് യേശുവിനോട് കൂടെ കടന്നു പോയതായ ശിഷ്യന്മാര് യേശുവിൻ്റെതായ ശിഷ്യന്മാരായിട്ടാണല്ലോ അവർ കടന്നു പോകുന്നത്. Now we look at these disciples, they are moving around with Jesus as disciples. യേശു അവർക്ക് ആത്മീയമായ ആഹാരം നൽകിക്കൊണ്ടിരിക്കുക. Now Jesus has been constantly providing them spiritual food. ആമേൻ. അതുപോലെ തന്നെ വേണ്ടുന്നതായ ഉപദേശങ്ങളൊക്കെയുമാണ് കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. And Jesus has been counseling them. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യരുടേതായ വിശപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ കാര്യമല്ല, അത് നമ്മുടെ വിഷയമല്ല എന്നുള്ളതായ നിലയിൽ അവർ എവിടെയെങ്കിലും പോയി അതായത് വിശപ്പ് അടക്കിക്കൊള്ളട്ടെ എന്നുള്ളതായ നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടേതായ അല്ലെങ്കിൽ പുരുഷാരത്തിൻ്റെതായ വിശപ്പ് ഒരു
ഒരു പ്രശ്നമേ അല്ലായിരുന്നു. To them, they were worried about all the counsel and everything. The human needs were not something that mattered to them. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ കർത്താവിന് നമ്മുടെ ആത്മീയമായ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് പ്രത്യേകമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രത്യേകമായ ഒരു കരുതലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. May we not forget this morning, he concerns not just about your spiritual but about your physical too. ശിഷ്യന്മാർ പറയാണ് ഇവർ പോകട്ടെ. The disciples are saying, let's send them away. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറയാണ് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് അവർ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് വിശ്രമിക്കട്ടെ അല്ലെങ്കിൽ കഴിക്കട്ടെ എന്നുള്ള നിലയിൽ അവർ കൈ കഴുകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. What we're seeing them is washing off their hands and saying, let them go home and have meal at their home. എന്നാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, അല്ല, അവരെ അങ്ങനെ പോകുവാൻ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. But Jesus is saying, I do not want to send them hungry. You need to provide food for എന്ന് them. പറഞ്ഞാൽ ആത്മീയമായ ആവശ്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളും പ്രധാനമായി നമ്മുടെ കർത്താവ് കണ്ടു. But Jesus finds the spiritual and the physical needs alike. ഹല്ലേലൂയ. നമ്മൾ ആ വേദപുസ്തകം വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് അപ്പം വേണം, ഹല്ലേലൂയ, നമുക്ക് വസ്ത്രം വേണം, നമുക്ക് വേണ്ടുന്നതായി ചുറ്റുപാടുകൾ വേണമെന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം. അതിനു വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God knows we need bread, we need clothing, we need shelter, and he provides for all of that. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇവിടെ കർത്താവിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ഒരുപോലെ പ്രാധാന്യതയോടെ കണ്ടിട്ട് അതിനുവേണ്ടി കരുതുന്ന ദൈവമാണ്. Our Christ concerns the body, the spirit, and the soul, and he provides for them. പലപ്പോഴും പലരും ഹല്ലേലൂയ ഇവയെ രണ്ടും രണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ വേർതിരിച്ചിട്ട് ഹല്ലേലൂയ അവൻ ശരീരത്തിന് ഹല്ലേലൂയ വളരെ പ്രാധാന്യം കൊടുക്കാതെ ആത്മീയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. Now we see there are folks who give primacy to the spiritual but not to the physical. ആമേൻ, ഹല്ലേലൂയ. ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും കഴിയുള്ളൂ. Only if we have the physical strength can we live and work for Christ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ആത്മീയമായ ആമേൻ വിഷയങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭൗതികമായ വിഷയങ്ങളുടെ പുറത്തും ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. Our God is able to perform miracles not just in your spiritual but in your physical too. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് പ്രത്യേകിച്ച് 1 പത്രോസിന്റെ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 1 പത്രോസ് 5:7 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. In 1 Peter chapter 5 verse 7, this is what we read. വളരെ സുപരിതമായ വേദഭാഗമാണ്. A familiar one. ആ ആ ആ സകലവും അവിടെ അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നമ്മുടെ സകല ചിന്താകുലവും ഏത് വിഷയമാണ്? ശരീരത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ആത്മീയത്തെക്കുറിച്ച്, വചനം പഠിക്കുന്നതിനെക്കുറിച്ച്, ഇതിനെല്ലാം എല്ലാ വിഷയങ്ങളെയും ആമേൻ ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ ഇട്ടുകൊണ്ടാൽ ഹല്ലേലൂയ ദൈവം അതിനെ ടേക്ക് കെയർ ചെയ്യും. We read, cast all your anxiety on him because he cares for you. The highlight here being all, because he cares for all of it. ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, When we think about Elijah, അവൻ ഏലിയാവ് ആഗാമിന് മുമ്പിൽ ചെന്ന് ദൈവത്തിൻ്റെതായ വചനം പ്രഖ്യാപിച്ചു. now he goes to King Ahab and preaches the word. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിനെ ദൈവം ശാരീരികമായി അവനെ ഹല്ലേലൂയ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം കാക്കയെ കെരീത് തോട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് കാണാൻ തക്കവണ്ണം We കഴിയും. also see to provide for Elijah's physical needs, he sends a raven to the Kerith brook. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ശാരീരികമായ ആവശ്യം, ശാരീരികമായ സൗഖ്യം ദൈവത്തിന്റെ പ്ലാനുള്ള വിഷയമാണ്. What that means is he cares for your physical healing and needs. ശാരീരികം ഇത് രണ്ടാമതെന്നല്ല ഞാൻ പറഞ്ഞു, അത് പ്രാധാന്യം ഏറ്റവും കൂടുതലാണെന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ ഇവ രണ്ടും ഒരുപോലെ ദൈവത്തിന് പ്രധാനമാണ്. I'm not trying to say the body is more important, but the body
and the soul are important to God. ഹല്ലേലൂയ. എവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അതുകൊണ്ട് യഹോവയായ നമ്മുടെ കർത്താവ് അവർക്ക് വേണ്ടി അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. That is why we see him performing this miracle for them right in that place. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മളെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ എത്ര തന്നെ ഹല്ലേലൂയ സങ്കീർണമാണെങ്കിലും നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ ഭാരങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഹല്ലേലൂയ ദൈവം അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കും. No matter how concerning your situation is, if you bring your troubles and your worries to God, he will work for you. അവൻ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അടുത്ത് നിൽക്കുന്നതായ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് അക്നോളജ് ചെയ്യണമെന്നുള്ളത് മാത്രം. There is only one thing that you need to do: acknowledge the Christ who is with ഹല്ലേലൂയ. you. എന്റെ കർത്താവ് എന്റെ അടുക്കലുണ്ട്, എന്നെ കാണുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്റെ പ്രശ്നം ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കർത്താവ് ടേക്ക് കെയർ ചെയ്യും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. But you need to have this recognition: here is the Christ with you, who knows you, sees you, and he will take care of you. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നമുക്കുള്ളത് നാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. And what I want to say next is, if we surrender to God, he will take care of it. ആമേൻ. ഇതാണ് ഇവിടുത്തതായ ഒരു വഴിത്തിരിവ് എന്ന് പറയപ്പെടുന്നത്. And this is the change that we are looking at. ആമേൻ. ഹല്ലേലൂയ. It's a turning point of this miracle. ഹല്ലേലൂയ. ഇതാണ് ഹല്ലേലൂയ ഈ അത്ഭുതത്തിൻ്റെതായ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. And here is the biggest turning point in this miracle. ഹല്ലേലൂയ. ഇവിടെ 5 അപ്പവും 2 മീനും ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കിലേക്ക് കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വഴിത്തിരിവ്. The biggest turning point is this little provision came into the hands of Jesus. ആമേൻ. ഈ ബാലനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു നേരത്തെ ആഹാരമാണ്. To this young boy, it was his one-time meal. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് യേശുവിന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ ആയിരങ്ങളുടേതായ സദ്യയായിട്ട് മാറി. But when it came to the hands of Jesus, it became the feast for thousands. അപ്പോൾ ഇവിടെ നിന്നുള്ളതായ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ അല്പം നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അല്പത്തെ അധികമായി വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Here is the secret we need to learn. If we give what we have to God, he can turn the little into abundance. ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ തത്വം നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And this is something that we see through the Bible. ആമേൻ. കർത്താവ് തന്നെ പറയുന്നത്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. It teaches, give and you shall receive. പിന്നെ പറയുന്നത്, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് തരുവാൻ തക്കവണ്ണം കൊടുക്കുന്നവരെ ദൈവം സഹായിക്കും. If you give in abundance, he will give so much in return. ആമേൻ. ഈ ബാലനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഉച്ചഭക്ഷണമായി മാത്രമായിരുന്നു അത് അവിടെ ഒതുങ്ങിയിരുന്നത്. But to this young boy, it was a one meal. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അതൊരു സദ്യയായിട്ട് മാറി, ഞാൻ പറഞ്ഞല്ലോ. But in Jesus' hands, it became a feast. ദൈവജനമേ, നാം ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ദൈവം കാണുന്നുണ്ട്. The word Jesus sees what you give. നമ്മുടെ കർത്താവ് ഒരിക്കൽ ഹല്ലേലൂയ ദേവാലയത്തിന് അടുക്കലേക്ക് വന്നിട്ട് അവൻ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് ഇടുന്നവരെ നോക്കിക്കൊണ്ടിരുന്നു. One day Jesus was observing those who was dropping into the treasury box in അവിടെ ധാരാളം ധനികർ അനേകം തങ്ങളുടെ ഉള്ളതിൽ നിന്ന് ഹല്ലേലൂയ അല്പം എടുത്ത് അല്ലെങ്കിൽ സകലം എടുത്ത് അവിടെ ഇടുന്നത് കർത്താവ് കണ്ടതാണ്. Now Jesus is watching the wealthy come and take the little what they have and put it into it. എന്നാൽ അവിടെ ദരിദ്രയായ ഒരു വിധവയെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. But there we read about this poor widow. അവള് വെറും 2 കാശ് കൊണ്ടുവന്ന് അവിടെ ഇടുകയാണ്. And she brings 2 coins and puts it in. അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു. This is what we read in Mark 12:44. They all gave out of their wealth, but she, out of her poverty, put in everything, all she had to live on. നോക്കിക്കേ, എല്ലാവരും അവിടെ ഉള്ളതിൽ നിന്ന് അവ ഇട്ടപ്പോൾ
when everyone gave out of their wealth, ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിന് വേണ്ടി കൊടുത്തതായ ഈ സ്ത്രീയെ കുറിച്ച് വായിക്കുന്നത് അവിടെ മൊത്തം, അതായത് അവൾ അധ്വാനിച്ച് ഉണ്ടാക്കിയതായി മൊത്തം കൊണ്ട് ഇടുന്നതായിട്ട് കാണാൻ കഴിയും. we see this woman put everything she has, all her work that she earned. എന്താണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്? ഒരു സാക്രിഫിഷ്യൽ ആയിട്ട്, ആമേൻ, ത്യാഗപരമായിട്ടുള്ളതായ ഒരു ദാനമാണ്. What we see here is a sacrificial giving. ആമേൻ. ഹല്ലേലൂയ. എന്താണ് ഇവിടെ സംഭവിച്ചത്? കർത്താവ് ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം ദൈവമായ കർത്താവിന് കൊടുത്താൽ കൊടുക്കുന്നവരെ ദൈവം അതായത് അനുഗ്രഹിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. And this is an example. When we give, he will give in abundance. ഹല്ലേലൂയ. ഈ പൈതൽ, ഈ ബാലൻ അവിടെ വരുന്നപ്പോൾ അവന്റെ സ്വന്തം വയറ് മാത്രം നിറയ്ക്കാനായിട്ടാണ് വരുന്നത്. When this young boy comes, he thinks about filling his stomach. എന്നാൽ അതിനെ മറന്നിട്ട് അവന്റെ കയ്യിലുള്ളത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അനേക ആയിരങ്ങളുടെ വയറുകൾ നിറയുവാൻ അത് കാരണമാക്കി മാറ്റി. But when he gave what he had to Jesus, it became the reason for thousands being satisfied. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളതായ ഒരു തത്വം എന്തെന്ന് ചോദിച്ചാൽ, And here is what we learn. ആമേൻ. നമ്മുടേതായ സമ്മാനത്തിൻ്റെതായ മഹത്വം അളക്കുന്നത് അതിന്റെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് അതിന്റെ പിന്നിലെ, ആമേൻ, നമ്മുടെ മാനസികമായ അവസ്ഥ കണ്ടിട്ടാണ് ദൈവം അതായത് നമ്മെ അനുഗ്രഹിക്കുന്നത്. When God blesses, it is not the size of your giving, but it is the attitude in which you give. നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളതായ ചേതോവിഹാരം, അതിന്റെ പിന്നിലുള്ളതായ നമ്മുടെ ചിന്ത എന്താണ്, ആഗ്രഹം എന്താണ്, എന്നെ 10 പേര് അറിയണം, എൻ്റെ പേര് മനസ്സിലാകണം, എന്നെ അറിയണം എന്നുള്ളതായ നിലയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. When we help others thinking, oh, let everyone know that I'm giving and I want to do it for my credit, there is no point in that giving. എൻ്റെ പേര് ആരും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. ഹല്ലേലൂയ. എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്നുള്ളതായ ചിന്തയോടുകൂടെ നിങ്ങൾ, ഹല്ലേലൂയ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെ കർത്താവ് അനുഗ്രഹിക്കും. If you give something with this attitude, I don't want my name, then God is going to bless that. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ ദൈവമേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നമ്മോട് പറയുന്നത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ സഹായിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ കയ്യിൽ നമ്മുടെ ജീവിതവും നമ്മുടെ കയ്യിലുള്ളതും സമർപ്പിക്കുക. And here is what the Spirit of God is reminding you. He is going to take care of you where you are. Give your problems and your needs to him. He will take care of it. അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിരാശയോട് പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. And Jesus is not going to let you return back being disappointed. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Let's continue to worship our God through, amen, our praise and worship. Praise the Lord. English.